സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ നിയമസഭയിൽ ഒന്നിലധികം പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് നമ്മുടെ കേരളീയരിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു? ഇതായിരുന്നു ചോദ്യം. 369 എന്നായിരുന്നു അതിന് കിട്ടിയ മറുപടി. 90 ദിവസത്തിനുള്ളിൽ 369 പേർ ആത്മഹത്യ ചെയ്തുവെങ്കിൽ ദിവസം പ്രതി 4 പേരിലധികം ഉണ്ടെന്ന് തെളിയുന്നു. കേരളത്തിലാണെങ്കിൽ ഏറ്റവും ചെറിയ പ്രവിശ്യയാണ്. 2 കോടിയോളം ജനങ്ങളുള്ളതിൽ 4 പേരിലധികം ദിനം പ്രതി ആത്മഹത്യ ചെയ്യുന്നു എന്ന നിർഭാഗ്യകരമായ സത്യത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ വില എന്തെന്ന് നമുക്കറിയാമെങ്കിൽ ഈ വസ്തുതയെ നാം അവഗണിക്കുകയില്ല. എന്നാൽ ഇത്രയും അധികം ആളുകൾ എന്തിനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് കമൻസിൽ ചോദിക്കുകയുണ്ടായി. അതിന് നൽകിയ ഉത്തരത്തിൻ്റെ സാരം ഇതായിരുന്നു: ജീവിത വ്യാമോഹങ്ങൾ വർദ്ധിക്കുന്നു, ഇതെല്ലാം സാധിക്കാതെ വരുന്നു, ഉടനെ നിരാശപ്പെടുന്നു, അങ്ങനെ ചിലത് ആത്മഹത്യയിൽ അവസാനിക്കുന്നു. മനുഷ്യനെ നശിപ്പിക്കുന്ന ജീവിത വ്യാമോഹങ്ങൾ അവ ആരെയും ബാധിക്കാവുന്നതാണല്ലോ. അവയെപ്പറ്റി കൂടുതൽ പര്യാലോചിക്കുന്ന പ്രയോജനകരമായിരിക്കും. ജീവിത ലക്ഷ്യം ശരിയായി ഗ്രഹിക്കാതെ ചില താൽക്കാലിക താല്പര്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. അവയെല്ലാം സ്വന്തമാക്കുവാൻ അവൻ ബന്ധപ്പെടുന്നു. എന്നാൽ അവന് കൈവരുന്നില്ല. ഉടനെ നിരാശയായി, ജീവിതത്തോട് വെറുപ്പായി, ആത്മഹത്യയായി, മനുഷ്യജീവിതത്തിൻ്റെ സാരവത്തായ ഭാഗം അവഗണിച്ചിട്ട് അഥവാ ആത്മാവിൻ്റെ കാര്യം മറന്നിട്ട് മനുഷ്യൻ്റെ ലൗകികതായികത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ വന്നുകൂടുന്ന പരാജയമാണ് ഇവ. നല്ല ദൈവം നമുക്ക് ഒരു ശരീരം മാത്രമല്ല, മരണമില്ലാത്തൊരാത്മാവിനെ കൂടി പ്രദാനം ചെയ്തിരിക്കുന്നു. നമുക്ക് പാരത്രികമായൊരു ജീവിതമുണ്ട്. ആ ജീവിതം സനാതനമാകുന്നു. നമ്മുടെ ശരീരവും അതിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ആത്മരക്ഷയെ ആസ്പദമാക്കിയാണ്. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന സത്യം. വിടർന്നു നിൽക്കുന്ന മനോഹര പുഷ്പങ്ങൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നു. പക്ഷേ അവ നമ്മോട് പറയുന്നു, വൈകുന്നേരമായുമ്പോൾ ഞങ്ങൾ വാടിപ്പോകുന്നു. നിങ്ങളാകട്ടെ എന്നും ജീവിക്കുവാനുള്ളവരാണ്. നിങ്ങളുടെ ജീവിത വിജയത്തിനായി ഞങ്ങളെ ഉപയോഗപ്പെടുത്തിയാലും ഞങ്ങളുടെ ക്ഷണിക ജീവിതം നിങ്ങളുടെ സനാതന സൗഭാഗ്യത്തെപ്പറ്റി നിങ്ങളെ സദാ അനുസ്മരിപ്പിക്കട്ടെ. പ്രകാശിക്കുന്ന സൂര്യൻ നമ്മോട് ഇങ്ങനെ പറയുന്നു: സനാതന പ്രകാശത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ കാണിച്ചു തരുന്ന വഴിയാണ് ഞാൻ. നിങ്ങൾ നിത്യത്വത്തെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്താലും നാം അനുഭവിക്കുന്ന ഓരോ സൃഷ്ടവസ്തുക്കളും ഇത് തന്നെ നമ്മോട് പറയുന്നു: ഞങ്ങളെല്ലാം വെറും മാർഗങ്ങൾ. സൃഷ്ടികർത്താവിൻ്റെ വർഗത്തിലെത്തുവാനുള്ള സോപാനമായി അതിൻ്റെ ഓരോ പടികളായി ഞങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ ഇവയൊക്കെ തരണം ചെയ്ത് ദൈവത്തിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുക. നമ്മുടെ ശരീരവും അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും നാം കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോന്നും ഇത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവയെല്ലാം ശരിയായി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കണം, അവിടുത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഒരുങ്ങണം. എന്നാൽ മനുഷ്യൻ്റെ ചിന്താഗതി തലതിരിഞ്ഞു പോവുകയാണ്. അവൻ സൃഷ്ടവസ്തുക്കളിൽ തന്നെ തൻ്റെ സൗഭാഗ്യം കണ്ടെത്തുമെന്ന് വ്യാമോഹിക്കുകയാണ്. ധാരാളം ധനം നേടിയാൽ മതി, അപ്പോൾ സന്തുഷ്ടി ലഭിക്കും. ധാരാളം സുഖം അനുഭവിക്കണം, അങ്ങനെ ചാരിതാർത്ഥ്യമടയാമെന്ന് അവൻ വ്യാമോഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അവൻ നിരന്തരം പരിശ്രമിക്കുന്നു. എന്നാൽ ഈ പരിശ്രമം വിജയകരമാകുന്നില്ല. അവൻ വിചാരിക്കുന്ന സംതൃപ്തി അവന് കിട്ടുന്നില്ല. നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കൂ. പലതും കിട്ടുവാൻ വേണ്ടി നാം താല്പര്യപ്പെട്ടു. നാം സംതൃപ്തരായോ? പക്ഷേ നാം സംതൃപ്തരായോ? ഇല്ല. നമ്മുടെ കുഞ്ഞുനാളിലെ വലിയ ആഗ്രഹം പള്ളിക്കൂടത്തിൽ പഠിച്ച് ജയിക്കുവാനായിരുന്നു. പള്ളിക്കൂടത്തിൽ പഠിച്ചു, പരീക്ഷയിൽ ജയിച്ചു, കോളേജിൽ തന്നെ പഠിച്ചു, കലാലയ ബിരുദങ്ങൾ സമ്പാദിച്ച സഹോദരന്മാരും ഇക്കൂട്ടത്തിൽ ധാരാളം ഉണ്ടാകും. എന്നാൽ അതുകൊണ്ട് നാം തൃപ്തരായില്ല. ഇനിയും പുതിയ ആഗ്രഹങ്ങളുമായി നാം മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇതിന് കാരണം? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു: ദൈവമേ, അങ്ങേക്കായി എന്നെ അങ്ങ് സൃഷ്ടിച്ചു. അങ്ങയെ പ്രാപിക്കുന്നവരെ എൻ്റെ ഹൃദയം അസന്തുഷ്ടമായിരിക്കും. നമ്മുടെ ആരംഭമായ ദൈവം തന്നെയാണ് നമ്മുടെ അന്ത്യവും. ആ ദൈവത്തെ പ്രാപിക്കുന്നവരെ നമുക്കൊരിക്കലും ചാരിതാർത്ഥത്തിന് വഴിയില്ല. നാം ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുകയില്ല. ഇതാണ് അടിസ്ഥാന തത്വം. എത്ര പ്രാവശ്യം നാം ചിന്തിച്ച് മുഷിഞ്ഞ ഒരു വിഷയമായാലും ശരി,
അത് മാറ്റിവെച്ചിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഈ വിഷയത്തിന് നവീനത്വമില്ലെന്ന് ആരെങ്കിലും വിചാരിച്ചേക്കാം. പക്ഷേ ഈ തത്വമാണ് നമ്മെ വിജയിപ്പിക്കുന്നത്. ആകയാൽ എൻ്റെ അഭിലാഷങ്ങൾ ഏതു വഴി തിരിഞ്ഞിരിക്കുന്നുവെന്ന് നോക്കുക. ഞാൻ എന്ത് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നു? എന്തിനാണ് ഞാൻ വാസ്തവത്തിൽ പ്രതീക്ഷയ്ക്ക് അർപ്പിക്കുന്നത്? ഒരു കാര്യം മാത്രമേ ഉള്ളൂ സഹോദരരെ, നമ്മുടെ ദൈവത്തെ പ്രാപിക്കണം. ആ നന്മയുടെ തികവ് നമുക്ക് കൈവരണം. അപ്പോൾ എല്ലാമായി. വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ തൻ്റെ ജീവിത ബദ്ധപ്പാടുകൾക്കിടയ്ക്ക് പലപ്പോഴും ഇങ്ങനെ ചോദിച്ചിരുന്നു: നിത്യത്വത്തിലേക്ക് ഇത് എന്തുമാത്രം ഉപകരിക്കും? രാജ്യം ഭരിക്കുവാൻ അവകാശമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് കൈവെടിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സന്യാസ ജീവിതത്തിന് പുറപ്പെട്ടത്. ആ പുണ്യവാൻ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും സ്വയം ചോദിക്കുകയാണ്: നിത്യത്വത്തിലേക്ക് ഇത് എന്തുമാത്രം പ്രയോജനപ്പെടും? ഇത് നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്. ഇവിടെ നിന്ന് പോയാൽ പുലരുന്നൊരു ജീവിതമുണ്ട്. അതിനാണ് നാം ആകേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ അന്ത്യം. അതിനുപകരിക്കണം എല്ലാ പ്രവൃത്തികളും. അതുകൊണ്ട് ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന നാം സ്വയം ചോദിക്കുക: എന്തിന് വെള്ളത്തിൽ ചാടി മരിക്കുന്നു? എന്തിന് വിഷം കുടിച്ച് മരിക്കുന്നു? എന്തിന് കെട്ടിത്തൂങ്ങി മരിക്കുന്നു? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട കേരളീയർ ഇങ്ങനെ സ്വയം വധിക്കുന്നത്? ജീവിത വ്യാമോഹങ്ങളുടെ നിരർത്ഥകമായ കണക്കുകൂട്ടൽ, മനുഷ്യജീവിതത്തെ യഥാതഥം വിലയിരുത്തുവാൻ കഴിയാത്തത് മൂലം വന്നുകൂടുന്ന വഴിപിഴയ്ക്കൽ, എന്നിട്ട് അതൊക്കെ വിജയമാണെന്നും ചിലർ പറയും. ആത്മഹത്യ ചെയ്യുന്നവർ വീരസ്വർഗം പ്രാപിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. അതിന് ചില പുസ്തകങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ട്. നമ്മൾ പള്ളിക്കൂടത്തിൽ വെച്ച് കൊണ്ട് നടന്ന ഒരു പുസ്തകമില്ലേ, രമണൻ? അതിൽ 4 വരിയെങ്കിലും പാടിയില്ലെങ്കിൽ ചിലർക്ക് ഒരു സുഖവുമില്ല. കൊള്ളാം. എന്നാലും രമണൻ്റെ ഇതിവൃത്യം എന്താണ്? ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ എന്താണ് പറയുക? നൈരാശ്യം ഉടനെ ചെത്തി പൂമാലയിടുക, ആറ്റുവക്കത്ത് പോകുക, കെട്ടിത്തൂങ്ങി ചാകുക. അപ്പോൾ കൽപ്പവൃക്ഷങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്യും, ആകാശത്ത് വെള്ളിമേഘങ്ങൾ നിരക്കും, മാലാഖമാർ ഗാനങ്ങൾ ആലപിക്കും. എന്തിന്? കെട്ടിത്തൂങ്ങിയവനെ എവിടെ കൊണ്ടുപോകുവാൻ? ഇതാണ് നമ്മുടെ ചില കവികൾ നമുക്ക് തരുന്ന സമ്മാനം. സഹോദരരെ, ഇതാണ് നമ്മുടെ ലോകം. ഇതാണ് ആത്മഹത്യക്ക് വളം വയ്ക്കുന്ന ഗ്രന്ഥങ്ങൾ. ആകയാൽ നമ്മോട് ചോദിക്കൂ: നാം എന്തു വിചാരിച്ചു, എന്തു ജീവിക്കുന്നു? എന്തിനാണ് ഈ പുറപ്പാടിൻ്റെ അർത്ഥം? എന്ത് സമ്പാദിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുന്നു? ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ: എൻ്റെ ആത്മാവിൻ്റെ രക്ഷ. ഇതാണ് ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ നിൻ്റെ ആരംഭവും അന്ത്യവുമാകുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ അധ്വാനത്തിനുള്ള പ്രതിഫലം. അല്ലാതെ ഈ കാണുന്ന സൃഷ്ടവസ്തുക്കളവ അല്ല. ഇവ താൽക്കാലികമായി ലഭിക്കുന്ന പോക്കറ്റ് മണിയാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണി. എന്നാൽ കുടുംബസ്വത്തിൻ്റെ ഓഹരി പരലോകത്തിലാണ് ലഭിക്കുക. എല്ലാ നന്മകളുടെയും തികവായ ദൈവത്തെ പ്രാപിക്കുന്നതിൽ അത് അടങ്ങിയിരിക്കുന്നു. ബോധ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. ഈ സെമിനാരി ജീവിതം ഇതിനുള്ള ഒരുക്കമായിരിക്കണം. എൻ്റെ ദൈവമേ, അവിടുന്ന് എല്ലാറ്റിൻ്റെയും ആരംഭവും അന്ത്യവുമാകുന്നു. അവിടുത്തെ പ്രാപിക്കുവാൻ വേണ്ടി എൻ്റെ ഹൃദയം എപ്പോഴും വെമ്പൽ കൊള്ളുകയാണ്. ആ ഭാഗ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇതാണ് ഞാൻ സദാ ചിന്തിക്കുന്നത്. എന്നിൽ വസിക്കുന്ന അങ്ങ് എന്നെ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിത്യഭവനത്തിലെത്തണം. അങ്ങയെ അഭിമുഖം ദർശിക്കുവാൻ കഴിയുന്ന സ്വർഗഭാഗ്യത്തിൽ ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കൂടി കാണുന്നു. പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളതുപോലെ അത് നമുക്ക് അഭിമുഖം ദർശിക്കാം. അന്ന് നമ്മൾ അഭിമുഖം ദർശിക്കും. അങ്ങനെ സനാതന ഭാഗ്യം എൻ്റേതായിത്തീരും. അതിനുവേണ്ടി ഞാൻ സദാ ഒരുങ്ങണം. എൻ്റെ ജീവിതം ഇതിന് സാക്ഷ്യം വഹിക്കുന്നവയാകണം. എന്നാൽ ഇതാണോ എന്നെ നയിക്കുന്ന യാഥാർത്ഥ്യം? ഒരു ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിക്കുവാൻ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ധ്യാനത്തിൻ്റെ ആരംഭ ദിവസം തന്നെ വൈകിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: അച്ഛാ, ഈ ഇടവകയിൽ ഒരു ധ്യാനം നടത്തുന്നുണ്ട് എന്ന് വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച ആശയം എന്താണെന്നോ അച്ഛനറിയാമോ? ഞാനൊരു നോട്ട് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആശയങ്ങൾ ഞാനതിൽ കുറിച്ചു വയ്ക്കാറുണ്ട്. ഈ ധ്യാനത്തെപ്പറ്റി കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ ആശയം ഞാൻ കുറിച്ചു വെച്ചത് ഇങ്ങനെയാണ്:
മരണം, നരകം, വിധി തുടങ്ങിയ ഭീകരസത്വങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ പാവപ്പെട്ട ഞങ്ങളെ പേടിപ്പിക്കുകയും അതേസമയം ഇതൊന്നും ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളെ യഥേഷ്ടം ഭരിക്കാനുള്ള പരിപാടിയാണ് ഈ ധ്യാനം. എൻ്റെ സഹോദരരെ, നാം പറയുന്നത് നാം വിശ്വസിക്കുന്നില്ലെന്നാണ് അവർ നമ്മെ ആക്ഷേപിക്കുന്നത്. എന്നുവെച്ചാൽ ആധ്യാത്മികത്വം ലൗകികായകത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ദിവ്യമായ കാര്യങ്ങൾ ലൗകികമായ ഉദ്ദേശത്തിന് വേണ്ടി നിർവഹിക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ പ്രായോഗിക വശം. ആ ചെറുപ്പക്കാരൻ്റെ കണ്ടുപിടുത്തമല്ലിത്. 12-ാം പീയൂസ് മാർപ്പാപ്പ ആധുനിക ലോകത്തിൻ്റെ ഗതി നല്ലവണ്ണം നോക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത്വത്തിൻ്റെ പോക്കിനെക്കുറിച്ച് തിരുമേനി പറയുന്നു, റിലീജിയൻ ഹാസ് ബിക്കം എ ക്വസ്റ്റ്യൻ ഓഫ് യൂട്ടിലിറ്റി. താൽക്കാലിക താല്പര്യത്തിന് വേണ്ടി ഏർപ്പാടായിപ്പോയി നമ്മുടെ മതം. പലരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സത്യമാണ്. പരിശുദ്ധ പിതാവ് ഇതങ്ങ് ഉറക്കെ പറഞ്ഞെന്ന് മാത്രം. ആധ്യാത്മികത്വം ലൗകിക താല്പര്യത്തിന് വേണ്ടിയുള്ള ഏർപ്പാടായിപ്പോയി. സഹോദരരെ, നമ്മൾ ദിവ്യമായ കാര്യത്തിന് വേണ്ടി നിയുക്തരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും നമ്മുടെ പുറപ്പാടിൻ്റെ അർത്ഥവും അതാണ്. നിങ്ങൾ ഒരിക്കൽ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ പ്രവൃത്തികൾ കൊണ്ടും വ്യക്തമാക്കാനുള്ളതും എല്ലാവരെയും പഠിപ്പിക്കാനുള്ളതും ഇതാണ്. നാം പാരത്രികമായ കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അതേസമയം നമ്മുടെ വ്യാപാരങ്ങളെയും നമ്മുടെ ജീവിത രീതികളെയും അവർ പരിശോധിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇക്കൂട്ടർ നമ്മോട് പറയുന്നതൊന്നും അവർ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവർക്കിങ്ങനെ ജീവിക്കുവാൻ സാധ്യമല്ല എന്നിങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുവാൻ ഇടയാകുന്നെങ്കിൽ എത്ര നിർഭാഗ്യകരമായിരിക്കും. ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ നേതാവായ ക്രിസ്തുവിനെ ജീവിത മാതൃക മുൻപിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. ഈ കാര്യങ്ങൾ ഓരോരുത്തർക്കും സംശയമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് തികച്ചും അലൗകികമായ ഈ ഒരു ജീവിതം നയിക്കുവാൻ തിരുമനസ്സായത്. ലോകത്തിൻ്റെ താല്പര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലല്ല. സമ്പത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ സുഖത്തിൻ്റെയോ താല്പര്യങ്ങളെ ഒന്നും പുലർത്താതെ നമ്മുടെ കർത്താവ് തികച്ചും നൂതനവും അനുകരണീയവുമായ ഒരു ജീവിതം നയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടിയുള്ള മാതൃക അതാണ്. സമ്പത്ത് വേണം, ലൗകികമായ നേട്ടങ്ങൾ വേണമെന്ന് വിചാരിക്കുന്ന മനുഷ്യരെ തൊഴിൽക്കൂട്ടിലേക്ക് നയിച്ച് പുൽക്കൂട്ടിൽ കിടക്കുന്ന കർത്താവ് അവരോട് സംസാരിക്കുന്നു. നോക്കൂ മകനെ, ഇവിടെ സമ്പത്തൊന്നുമില്ല. എനിക്ക് സമ്പന്നമായി ജനിക്കാമായിരുന്നു. ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലല്ലേ ആ പണ്ഡിതർ എന്നെ അന്വേഷിച്ചു ചെന്നത്. പക്ഷേ ഞാൻ തൊഴിൽക്കൂട്ടിൽ ആരംഭിച്ചു. ഞാൻ വളർന്നത് പരദേശത്ത്. ഞാൻ അധ്വാനിച്ച് കൊണ്ട് 30 കൊല്ലം ചെലവഴിച്ചു. ബാക്കി 3 കൊല്ലം അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചു. ഒടുവിൽ തലചായ്ക്കുവാൻ പോലും ഇടമില്ലാതെ പരമദരിദ്രനായി ഞാൻ അവസാനിച്ചു. എന്തിന്? ഈ ലോകത്തിൻ്റെ സമ്പത്ത് നിന്നെ പിടികൂടാതിരിക്കുവാൻ, എൻ്റെ മാതൃക അനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ. അതുകൊണ്ട് എൻ്റെ പിറകെ വരുന്ന വ്യക്തികൾ ഇങ്ങനെ ജീവിക്കണം. നിങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കൂ. ആ സമ്പന്നനായ ചെറുപ്പക്കാരനോട് ദിവ്യരക്ഷകൻ പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. അതിന് പ്രതിഫലമായി എന്താണ് അവിടുന്ന് തരിക? സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. നമ്മുടെ കർത്താവ് പറഞ്ഞു, സകല അലൗകിക സമ്പത്തുകളെയും ലൗകിക സമ്പത്തുകളെയും അതിശയിക്കുന്ന നൂതന ഭാഗ്യം നമുക്ക് സ്വർഗത്തിൽ തരാമെന്ന് അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ദിവ്യനാഥൻ നമ്മെ പഠിപ്പിച്ചു, തൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഇതുപോലെ ജീവിക്കൂ. ലൗകിക വ്യാമോഹങ്ങളിൽ നമ്മൾ അധപ്പതിക്കരുത്. എന്തിനാണ് ഈ മാതൃക? ആരും സംശയിക്കാൻ ഇടയില്ലാത്ത മാതൃക. അതുകൊണ്ടാണ് അലോഷ്യസ് ഗൊൺസാഗ തൻ്റെ സമ്പത്ത് മുഴുവൻ ത്യജിച്ചിട്ട് ഇറങ്ങിത്തിരിച്ചത്. സഹോദരരെ, നിലനിർത്തേണ്ട ആദർശം ഇതുതന്നെയാണ്. മറ്റുള്ളവർ നമ്മിൽ നിന്ന് ഇത് കണ്ടുപഠിക്കണം. വീണ്ടും നമ്മുടെ കർത്താവ് ഐഹിക ബഹുമാനത്തിൻ്റെ വഴിയിലൊന്നും നടന്നില്ല. ബഹുമാനം വേണമെന്ന് മനുഷ്യർ താല്പര്യപ്പെടുന്നു. ചെറുപ്പക്കാർക്ക് ഈ താല്പര്യം അധികമുണ്ട്. പരിഗണന വേണം, മാന്യത വേണം, എല്ലാവരുടെയും മുമ്പിൽ മിടുക്കനായിരിക്കണം. അങ്ങനെ ഒരു താല്പര്യം മനുഷ്യനിൽ വളരുന്നു. എന്നാൽ ആ താല്പര്യം മനുഷ്യനെ വഴിതെറ്റിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു. ഞാനൊരു പാവപ്പെട്ട മരപ്പണിക്കാരൻ്റെ മകനായി ജനിച്ചു. എൻ്റെ അമ്മ വീട്ടുജോലി ചെയ്തു പോന്ന മറിയം. ഞാൻ വളർന്നത് തൊഴിലാളിയായിട്ട്. പിന്നീട് ഞാൻ സ്വീകരിച്ച അപമാനവും ക്ലേശവും മരണവും. ഞാൻ ഭ്രാന്തനും ഭോഷനുമായി. ബറാബാസിനേക്കാൾ അധമനായി.
പരിഹാസ രാജാവായി. 2 കള്ളന്മാരിലും വലിയ കള്ളനും കുരിശിൽ മരിക്കേണ്ട കുറ്റവാളിയുമായി. ഇതാണ് ഇന്നത്തെ ഐഹിക ജീവിതത്തിൻ്റെ സ്ഥിതി. ഇതിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ ബഹുമാനങ്ങളൊന്നും പരിഗണനാർഹമല്ല. പിന്നെയോ സ്വർഗത്തിൻ്റെ മഹത്വം മാത്രം വിലമതിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ തരാം. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല. ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്. എന്നെ അനുഗമിക്കുക. എന്നാൽ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഞാൻ ഏറ്റുപറയും. അവിടെ നിങ്ങൾ എന്നോടുകൂടി സിംഹാസനങ്ങളിലിരിക്കും. ദിവ്യരക്ഷകൻ്റെ മാതൃക മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രത്യേക വിളിയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ അവിടുത്തെ എളിമയുടെ വഴിയിലൂടെ സഞ്ചരിക്കാം. അഹങ്കാരത്തിൻ്റെയും വ്യാമോഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു നിത്യഭാഗ്യം അപകടത്തിലാകാതിരിക്കാൻ ശ്രമിക്കാം. സ്വർഗരാജ്യത്തിലെ നിത്യമഹത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്ത നമുക്ക് പാലിക്കുകയും ചെയ്യാം. വേറൊരു ഐഹിക വ്യാമോഹം കൂടിയുണ്ട്. അതായത് സുഖേച്ഛ. സുഖം വേണമെന്ന് മനുഷ്യന് താല്പര്യമുണ്ട്. ശരീരത്തോടുകൂടി ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഐഹികമായ സുഖം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭക്ഷണത്തിൻ്റെ സുഖം, വിശ്രമത്തിൻ്റെ സുഖം, പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം, ഇങ്ങനെ പോകുന്ന ഓരോ താല്പര്യം. എന്നാൽ നമ്മെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നമ്മുടെ കർത്താവ് തൻ്റെ ക്ലേശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിലെ ശൈത്യമേറ്റ് നിലവിളിക്കുന്ന കുഞ്ഞിനെ നാം കാണുന്നു. ഈ ക്ലേശവും സഹനവും ദിവ്യരക്ഷകൻ്റെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. അവിടുന്ന് തൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന ഒരു തൊഴിലാളിയായി ജീവിച്ചു. ഗെത്സേമനിലെ മരണകരമായ വ്യഥയും ചമ്മട്ടിയടിയുടെ കാഠിന്യവും മുൾക്കിരീടവും മുൾമുടിയുടെ പീഡനവും കുരിശിലെ മരണയാതനയും അവിടുന്ന് കൈവരിച്ചു. ഒടുവിൽ തൻ്റെ രക്തത്തിൻ്റെ അന്തിമ ബിന്ദു കൂടി ചിന്തി ആ ശോകപുരുഷൻ കുരിശിൽ ജീവാർപ്പണം ചെയ്തു. ഈ മാതൃക പരിപൂർണമല്ലയോ? ഇതിന് നാം പോകേണ്ട വഴി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവിൻ എന്ന് അവിടുന്ന് നമ്മെ അറിയിക്കുന്നു. നമുക്ക് അനുഗമിക്കാം. സഹോദരരെ, ഐഹിക വ്യാമോഹങ്ങളിൽ നാം പെടരുത്. സമ്പത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ സുഖത്തിൻ്റെയോ താല്പര്യങ്ങളിൽ നാം കുടുങ്ങി വഴിതെറ്റാതിരിക്കുവാൻ വളരെ പൂർണ്ണമായ മാതൃക അവിടുന്ന് നമുക്ക് തരുന്നു. നിത്യരക്ഷ പ്രാപിക്കുവാനുള്ള ഭദ്രമായ മാർഗം തുറന്നു വച്ചിരിക്കുന്നു. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. നിൻ്റെ ആത്മാവിൻ്റെ രക്ഷ, സ്വർഗപ്രാപ്തി. അവിടുന്ന് സനാതനമായ സമ്പത്തും ബഹുമാനവും സുഖവും നിനക്ക് പരിപൂർണമായി കൈവരുന്നതാണ്. അല്ല, ഇനിയും നിനക്ക് ലൗകികമായ താല്പര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ കേൾക്കൂ. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ആ മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരം എന്തു കൊടുക്കും? ഇത് അനന്ത വിജ്ഞാനമായ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദിവ്യരക്ഷകൻ ഐഹിക ജീവിതത്തിൻ്റെ വ്യാഖ്യാനവും അത്രേ. ഈ ലോകം മുഴുവൻ നീ സമ്പാദിച്ചാലും ശരി, നിൻ്റെ ലോകത്തിലുള്ള ബഹുമാനവും സുഖവും സമ്പത്തും എല്ലാം നീ അനുഭവിച്ചാലും ശരി, ഇനി നീ ഇതെല്ലാം വിട്ടിട്ട് ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരും. അപ്പോൾ നിനക്ക് സ്വർഗപ്രവേശം ലഭിക്കുന്നില്ലെങ്കിൽ സകലവും നിഷ്ഫലമായി പോകും. ആകയാൽ എന്നെ നയിക്കുന്ന ചൈതന്യം എന്താണ്? ഞാൻ ഏതു വഴിയേ പോകുന്നു? ഞാൻ സെമിനാരി വരെ എത്തിയിരിക്കുന്നു. വളരെ നന്നായി. ആധ്യാത്മിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുക, അത് നന്നായി. എന്നാൽ ഞാൻ എന്ത് പറഞ്ഞു ജീവിക്കും? നമ്മുടെ പാവപ്പെട്ട ആത്മാവിൻ്റെ താല്പര്യങ്ങൾക്കായി നാം എന്തെങ്കിലും ചെയ്തു വരുന്നുണ്ടോ? വളരെ ഗൗരവതരമായി ചോദിക്കൂ. ഈ സത്യങ്ങൾ വിശ്വസിച്ച് ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ആ കത്തോലിക്ക യുവാവ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ എന്നോട് ഇടപെടുന്നവർക്ക് പറയാനാകുമോ? ഈ വ്യക്തി ഒന്നും വിശ്വസിക്കുന്നില്ല, പരലോകത്തെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കുന്നില്ല, ഇയാളുടെ പ്രവർത്തനത്തിൽ ദിവ്യമായി ഒന്നും കാണുന്നില്ല, ഇയാൾ വിശ്വസിക്കാത്ത കാര്യമാണ് ഇയാൾ മറ്റുള്ളവരോട് പറയുന്നത് എന്ന് നമ്മെ ലോകം കുറ്റപ്പെടുത്തുവാൻ ഇടയാകാതിരിക്കട്ടെ. എന്നാൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ദൈവിക കാര്യങ്ങൾ ലൗകിക താല്പര്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? മലയാളത്തിലുള്ള ഒരു മാസികയിൽ ഒരു നല്ല കത്തോലിക്ക യുവാവ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു: നമ്മുടെ പള്ളിയിൽ വളരെയധികം തിരുനാളുകൾ ആചരിക്കുന്നുണ്ടല്ലോ. അവയിൽ ഏത് തിരുനാളാണ് ഏറ്റവും അധികം ആളുകൾ കൂടുന്നതും ഏറ്റവും നേർച്ച വരവുണ്ടാകുന്നതും? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണോ? അല്ല. വിശുദ്ധ കുർബാനയുടെ തിരുനാളാണോ? അതുമല്ല. പന്തക്കോസ്ത തിരുനാളാണോ? അതുമല്ല. പിന്നെ എന്ത് തിരുനാളാണ്? വിശുദ്ധ ഗീവറീസിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും തിരുനാളുകൾക്കാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നുകൂടുന്നത്. 10,000കണക്കിന് നേർച്ച സ്വസ്ത്രക്കാഴ്ച കിട്ടുന്നു. അതുകൊണ്ട് വെറും ലൗകിക താല്പര്യം മാത്രം മൂലം
പാമ്പിനെയും പകർച്ചവ്യാധികളെയും പേടിച്ചു മാത്രം സെബസ്ത്യാനോസിന് നേർച്ച കൊടുത്തില്ലെങ്കിൽ മസൂരി വരും, ഗീവറിയസിന് നേർച്ച കൊടുത്തിൽ വീട്ടിൽ പാമ്പ് കയറും. നമ്മൾ ചിരിച്ചു തള്ളേണ്ട കാര്യമല്ലേ ഇത്? നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സത്യമാണ്. ദൈവിക കാര്യങ്ങൾ ലൗകികമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ളൊരു തെളിവാണിത്. ലൗകികതായകത്വം കത്തോലിക്കാ സഭയിൽ വളരുന്നു. നമ്മളും കത്തോലിക്കരാണ്. നമ്മുടെ ജീവിതത്തിലും ഈ വഴി പിഴയ്ക്കലല്ലേ ഇല്ലേ എന്ന് ചിന്തിക്കുക. സഹോദരരെ, സെമിനാരിയിലെ പരീക്ഷയിൽ ജയിക്കണം. എന്നാൽ സെമിനാരികളുടെ പരീക്ഷ നോക്കി എഴുതിയാലും പകർത്തി എഴുതിയാലും ജയിക്കുവാൻ പോയാൽ ഇത് ലൗകികതായകത്വമാണോ ദിവ്യത്വമാണോ? ഇത് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അത് ദൈവിക താല്പര്യമാണോ? ലൗകിക താല്പര്യമാണോ? ഇത് പുണ്യം സമ്പാദിക്കലാണോ? പാപം ചെയ്യലാണോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? സെമിനാരിയിൽ നമുക്ക് എല്ലാം ഭംഗിയായി പ്രവർത്തിക്കുവാൻ കഴിയണം. അതേസമയം എൻ്റെ സഹോദരന് കൂടുതൽ മാർക്ക് കിട്ടുന്നതും എൻ്റെ സഹോദരൻ പ്രസംഗിക്കുവാൻ കൂടുതൽ പാടവത്വം കാണിക്കുന്നതുകൊണ്ടും ഞാൻ പെടുകയും അവനെ ദ്വേഷിക്കുകയും ചെയ്താൽ എന്ത് ആധ്യാത്മികത്വമാണുള്ളത്? ആധ്യാത്മികത്വത്തിൻ്റെ മധ്യത്തിൽ ലൗകികതായകരായവർ വളരെയുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നാം ഇതൊക്കെ പറയേണ്ടവരാണ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുന്നു. മരണമില്ലാതെ ആത്മാവിൻ്റെ മൂല്യങ്ങളെപ്പറ്റി പഠിച്ച് ഒരുങ്ങുകയാണ്. ഇതെല്ലാം പരലോകത്തിൻ്റെ വിജയത്തിനാണോ അതോ ഈ ലോകത്തിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ മാത്രമാണോ? ആ വൈദിക വിദ്യാർത്ഥി തൻ്റെ ആധ്യാത്മിക പിതാവിനോട് ഇടപെടുമ്പോൾ പരമാർത്ഥമായിട്ട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ആധ്യാത്മിക പുരോഗതി പ്രാപിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അയാൾ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പറയൂ, കർത്താവിനോട് മറുപടി പറയുക. ഞാൻ ഇതിനൊരു മാതൃക മാത്രമേ കാണുന്നുള്ളൂ. അതാണ് യൂദാസ്. യൂദാസിന് പറ്റിയ പരാജയം എന്താണെന്ന് അറിയാമോ? ദിവ്യമായ കാര്യങ്ങളിൽ ലൗകികമായി പ്രയോഗിച്ചു. ഇതാണ് യൂദാസിനെ പറ്റിയ അടിസ്ഥാന തെറ്റ്. അപ്പസ്തോല സംഘത്തിൽ പ്രമുഖ വ്യക്തിക്ക് വന്ന പരാജയമാണിത്. ദിവ്യമായ കാര്യങ്ങളിൽ ലൗകികമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. കർത്താവ് യൂദാസിനെ വിളിച്ച് തിരഞ്ഞെടുത്ത് ഒരു ഉദ്യോഗവും നൽകി. എന്നാൽ ദിവ്യനാഥൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്നത് ആരും ശ്രദ്ധിച്ചില്ലായിരിക്കാം. പക്ഷേ പിന്നീട് യോഹന്നാൻ എഴുതുകയാണ്, അവനിൽ പിശാച് പ്രവേശിച്ചു. അതാണ് പിശാച് പ്രവേശിച്ച വഴി. ലൗകിക താല്പര്യം, കുറച്ച് ദ്രവ്യാശ. യൂദാസൻ ദിവ്യരക്ഷകനോടുകൂടി ജീവിച്ചു. അവിടുത്തെ പാദത്തിലിരുന്ന സത്യവചനങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടായിരിക്കുമെന്നും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനവധി വാസസ്ഥലങ്ങളുണ്ടെന്നും കള്ളൻ കവരുകയോ അരിച്ചു നശിപ്പിക്കുകയോ ചെയ്യാത്ത സ്വർഗീയ ഭണ്ഡാകാരത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിക്കണമെന്നും എന്നോടുകൂടി 12 സിംഹാസനങ്ങളിൽ നിങ്ങളും ഇരുന്ന് ഇസ്രായേലിനെ വിധിക്കുമെന്നും അവിടുന്ന് വ്യക്തമായി പറഞ്ഞതെല്ലാം അയാളും ശ്രവിച്ചു. ശതക്കണക്കിന് അത്ഭുതങ്ങൾ കണ്ടു. മാത്രമല്ല അയാളും സ്വർഗരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പ്രസംഗിക്കുവാൻ പോയി. അത്ഭുതങ്ങൾ ചെയ്യുവാൻ വരം പ്രാപിക്കുകയും ചെയ്തു. പക്ഷേ യൂദാസിനെ നയിച്ചത് ലൗകിക താല്പര്യങ്ങൾ മാത്രമായിരുന്നു. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. അതിലുണ്ടായിരുന്നതെല്ലാം അവൻ അപഹരിച്ചിരുന്നു. ആ ദ്രവ്യാശ വളർന്ന് അങ്ങേയറ്റമായി. ഒടുവിൽ നമ്മുടെ കർത്താവിനെ വിറ്റ് കാശാക്കുവാൻ കൂടി യൂദാസ് തയ്യാറായി. ഏറ്റവും നിർഭാഗ്യകരം, എല്ലാ ദാനങ്ങളുടെയും ദാതാവായ അവിടുന്ന് സ്വർഗത്തിൽ അനർഘനിക്ഷേപം നൽകാമെന്ന് പറഞ്ഞിട്ട് അതിന് വില കൽപ്പിക്കുവാൻ കഴിയാതെ അയാൾ 30 വെള്ളിക്കാശിന് വേണ്ടി അവിടുത്തെ വിൽക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആധ്യാത്മികത്വം വഴിമാറുന്നത്. ലൗകിക താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെയാണ് മനുഷ്യൻ വിഡ്ഢിത്വം കാണിക്കുന്നത്. വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, അമൂല്യമായ ഒരു രക്തമാണ് സ്വർഗരാജ്യമെന്ന്. അത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കേണ്ടതാണ് എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ യൂദാസ് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. യൂദാസ് അങ്ങേയറ്റം പരാജയപ്പെട്ടു. അയാൾ നാശത്തിൽ നിപതിച്ചു. സ്വന്തം ദിവ്യഗുരുവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുത്തു ശത്രുക്കൾക്ക്. സഹോദരരെ, അങ്ങനെയാണ് പ്രേക്ഷിതരും വഴിതെറ്റുന്നത്. ആകയാൽ ഞാനെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോകും. ഇത് നമ്മൾ അറിയുന്നില്ല. വലിയ കെട്ടിടങ്ങൾ പണിയുന്നത് നാം കണ്ടിട്ടുണ്ട്. ഓരോ കല്ലും വെച്ച് പണിയുമ്പോൾ ബുദ്ധിമാനായ ശില്പി തൂക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കും കെട്ടിടം നേരെയാണോ ഉയരുന്നതെന്ന്.
അല്ലെങ്കിൽ കുറേ ഉയർന്നു കഴിയുമ്പോൾ ചുമരെല്ലാം കൂടി ഉരുണ്ടു വീണ് ഉടഞ്ഞു പോകും. യൂദാസിൻ്റെ ജീവിത സൗധവും ഇങ്ങനെയാണ് അധപ്പതിച്ചത്. അയാൾ ദൈവത്തിൽ നിന്ന് അല്പാൽപമായി അകന്നുപോയി. അങ്ങനെ തമ്പുരാനെ വലിച്ചെറിയുന്ന ദൗർഭാഗ്യത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ അധപ്പതിക്കുകയും ചെയ്തു. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കർത്താവ് അയാളെ ഓർത്ത് പറയേണ്ടി വന്നു. ഇത് സുവിശേഷത്തിലെ ഏറ്റവും വലിയ വാക്യമെന്ന് തോന്നുന്നു. നമ്മെപ്പറ്റിയും ദിവ്യനാഥൻ ഇങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ. ജീവിതഗതി സ്വീകരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഈ ദൈവിക സ്ഥാനത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ നന്നായിരുന്നു എന്നിങ്ങനെ ദിവ്യരക്ഷകൻ നമ്മെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കട്ടെ. സെമിനാരിയിലേക്ക് പരീക്ഷകളിൽ 100% മാർക്ക് കിട്ടിയേക്കാം, സമ്മാനങ്ങൾ ലഭിച്ചേക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരമായിരുന്നു നമുക്ക് ഈ പ്രബോധനത്തിലൂടെ കിട്ടിയത്. ഈ ജീവിത ലക്ഷ്യം നേടുവാൻ ആത്യന്തികമായ ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള കൃപാവരം നിങ്ങൾക്ക് ലഭിക്കട്ടെ. യേശുനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആത്യന്തികമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപയരുളട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.